അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ 7 കലാശക്കൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും വിജയി ആരാണെന്നൊക്കെ ഏകദേശമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാവരും എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോ 100% നമ്മൾക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാലെ അത് ടിവിയിൽ കാണുമ്പോൾ തന്നെയാണ് നമുക്ക് 100% ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഏകദേശം ഊഹാപോഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. ആരൊക്കെയാണ് എന്നുള്ളത് ഇപ്പൊ കുറേയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേ പേര് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ വിന്നർ തന്നെ പ്രഖ്യാപിച്ചിട്ട് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ടും ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും എല്ലാവരും ഹാപ്പിയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ടോപ്പ് 5 ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പ് 5 തന്നെയായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പ് 5 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് 5 തന്നെയായിരുന്നു. പിന്നെ അവിടെ ചിലപ്പോൾ ഇവിടെ നൂറയ്ക്ക് കയറാനുള്ള ഒരു ചാൻസ് കിട്ടുമായിരിക്കാം. പക്ഷേ അത് നഷ്ടപ്പെടുത്തിയത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ടോപ്പ് 5 ഞാൻ ഭയങ്കര തൃപ്തയാണ്. ഇപ്പോ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ അനുമോള്, അനീഷ്, ഷാനവാസ് ഇവര് ലാസ്റ്റ് 3 പേര് ഇവര് ആയിരിക്കണം എന്നായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം, എൻ്റെ ഒരു ഇഷ്ടം പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോളും ഷാനവാസും ലാലേട്ടൻ അപ്പുറപ്പുറം കൈ പിടിച്ച് നിൽക്കണം എന്നായിരുന്നു എനിക്ക് ഇത്തിരി കൂടുതൽ ഇഷ്ടം. അപ്പോൾ പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ടോപ്പ് 5 ഡിസർവിംഗ് ആണെന്ന് ഞാൻ പറയാൻ കാരണം നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി തുടക്കത്തിൽ വന്ന് അതുപോലെ എന്റർടൈൻമെന്റ് തന്ന് അതിനിടയിൽ കുറെ വെറുപ്പിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒക്കെ ഉണ്ടെങ്കിൽ അവസാനം വന്നപ്പോൾ വീണ്ടും എന്റർടൈൻമെന്റും കോമഡിയും അതുപോലെ തന്നെ ആ ഗെയിമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് നെവിൻ എന്ന് പറയുന്നത്. തീർച്ചയായും നെവിൻ അത് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ടോപ്പ് 5. പിന്നെ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എതിരാളിയായി നിന്ന് അതുപോലെ ശക്തനായിട്ടുള്ള എതിരാളിയായിട്ട് അക്ബർ അവിടെ നിന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അക്ബറിന്റെ അടുത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ഈ പറയുന്ന ഈ ടോപ്പ് 3 വന്ന ഈ മത്സരാർത്ഥികളുടെ വില്ലൻ എന്ന് പറയുന്നത് എപ്പോഴും അക്ബർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 വരാനായിട്ട് ഏറ്റവും അർഹനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അക്ബർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഷാനവാസ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിന്റെ വിന്നർ ആവേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു. എവിടെ ഷാനവാസിനെ പഴിച്ചു പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ആങ്ങള സ്നേഹം വന്നുപോയി. ആങ്ങളയാവാനായിട്ട് ശ്രമിച്ച് പിന്നാലെ നടന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പാര കിട്ടി അവസാനം സ്വയം നാറേണ്ട ഒരവസ്ഥ ഷാനവാസിന് വന്നു. ഒരു പക്ഷേ ഷാനവാസ് ആ തുടക്കത്തിലുണ്ടായിരുന്ന ഷാനവാസിനെ പോലെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഷാനവാസിന് തീർച്ചയായും ആ ടോപ്പ് 2 അല്ലെങ്കിൽ ലാലന്റെ കൈ പിടിച്ചു നിൽക്കാനായിട്ടുള്ള യോഗ്യത കിട്ടുമായിരുന്നു. ചിലപ്പോൾ വിന്നർ ആവുമായിരുന്നു. എനിക്ക് ഷാനവാസ് ജയിക്കണമെന്ന് തുടക്കത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ഞാൻ ഷാനവാസിനെ. അത്രയും സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഉള്ളുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിഷ്പക്ഷമായി പറയേണ്ടി വരും. പക്ഷെ തുടക്കത്തിൽ എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എവിടേക്കോ ഷാനവാസിന്റെ താളം തെറ്റിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സേഫ് ഗെയിമർ ആയിരുന്നു അനീഷ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങളിലല്ലാതെ മറ്റൊരു വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകളോ ഇതോളോ ഒന്നും ഉണ്ടാവില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അതിനെതിരെ മാത്രമാണ് അവിടെ അനീഷ് പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും ഇത്രയും പ്രശസ്തി കിട്ടാനായിട്ട് അതായത് ഇത്രയും പേര് കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു കോമണർ എന്നുള്ള പേരിലാണ് അനീഷ് അവിടെ കടന്നു വന്നത്. ഒരു കോമണർ എന്നുള്ള പേരിൽ കടന്നു വന്നിട്ട് ആ വീട്ടിൽ കുറച്ചധികം ഓളം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. ഒരു കാര്യം തന്നെ 100 വട്ടം പറഞ്ഞിട്ട് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ നമുക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും. ആദ്യം തുടക്കത്തിൽ അനീഷ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും വേണ്ട ബിഗ് ബോസ് ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എങ്ങനെയൊക്കെ ആൾക്കാരെ ചൊറിയാൻ പറ്റുമോ, കണ്ടസ്റ്റൻസിനെ ചൊറിയാൻ പറ്റുമോ അതുപോലെ ചൊറിഞ്ഞുകൊണ്ട് അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലാണ് നമ്മുടെ അനീഷ് അവിടെ പ്രശസ്തി ഇത്രയും കിട്ടിയത്. അനീഷിനെ അവിടെ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്നുള്ള ആ ഒരു ഒറ്റ വിഷയം മുതൽ അവിടെ അനീഷിന് കിട്ടിയൊരു പേര് ചെറുതായിരുന്നില്ല. പിന്നെ തുടക്കത്തിൽ പക്ക നെഗറ്റീവ് ആയിരുന്ന അനീഷ് പിന്നെ പോകെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ട് വന്നു. അതിലൊരു പ്രധാന കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാനവാസാണ്. അപ്പോൾ ഈ ഷാനവാസ് കാരനാണ് സത്യം പറയുകയാണെങ്കിൽ അനീഷ് 2nd പൊസിഷനിലെങ്കിലും എത്തിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും അല്ലാന്നുണ്ടെങ്കിൽ അത് ഷാനവാസ് എത്തേണ്ട പൊസിഷനായിരുന്നു. ഒരാളെ നന്നാക്കിയെടുത്ത് അയാൾക്ക് എന്താ പറയുക കൂടുതൽ സ്പേസ് കൊടുത്ത് അയാൾക്ക് കൂടുതൽ കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്ത് ഒക്കെ ഒരുപക്ഷെ ഷാനവാസ് ആ കൂടി ആ അനീഷിലുണ്ടായിരുന്ന ആ ഒരു ചേഞ്ചൊക്കെ മാറ്റമൊക്കെ വരുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു
അനീഷിനേക്കാൾ മുൻപന്തിയിൽ എത്തേണ്ട വ്യക്തിയായിരുന്നു ഷാനവാസ് കാരണം അനീഷിന് ഒരുപാട് ക്യാരക്ടറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് എന്റർടൈൻമെന്റ്, ആ തുടക്കത്തിലൊക്കെ എന്റർടൈൻമെന്റ് ഒന്നും തരുന്ന കാര്യത്തിൽ അനീഷ് അത്ര ഇതായിരുന്നില്ല. പക്ഷെ ഷാനവാസിന്റെ ഒപ്പം കൂടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കണ്ടന്റുകൾ, ഇവരെ ഒരുമിച്ചുള്ള ഒരുപാട് നല്ല സീനുകൾ ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഷാനവാസിനേക്കാളും പ്രശസ്തി അനീഷിനെ പുറത്തുണ്ടാക്കാനായിട്ട് അക്കാര്യത്തിൽ സാധിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടും ആൾക്കാരുടെ അടുത്ത് എന്താ പറയുക ഒരു റിപ്പീറ്റേഷൻ മൂഡ് ചിത്രീകരിച്ചുകൊണ്ടും അവിടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയ അനീഷിന്റെ ആ തുടക്കത്തിലത്തെ കഴിവ് പിന്നീട് അങ്ങോട്ട് ഷാനവാസിന്റെ കൂടെ കൂടി കൂടുതൽ പോസിറ്റീവ് ആവുന്നതാണ് നമുക്ക് പിന്നെ കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു പോസിറ്റീവ്നെസ് അത് അനീഷിന് ഗുണമായി. അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇപ്പോൾ ടോപ്പ് 5-ൽ ടോപ്പ് 2 വരെ എത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതിലൊരു മാറ്റവും വരില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അനുമോളാണ് കപ്പെടുത്തത്, അനുമോളാണ് കപ്പെടുക്കാൻ പോകുന്നത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായും ആ വീട്ടില് ഞാൻ പറയുന്നു അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഒരുപാട് തെറ്റുകളും അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അനുമോളെ കപ്പെടുക്കാനായിട്ട് ആരാണ് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കെതിരെ നിന്ന് അത്രയും തന്റെ ഇടത്തോടെ പോരാടിയ ഒരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ എന്ന് പറയുന്നത്. ഒരിക്കലും അവിടെ ഇവിടെയും പോയിട്ട് കുശുമ്പും കുഞ്ഞിട്ടും പറഞ്ഞിട്ടായിരുന്നില്ല അനുവിടെ ഗെയിം കളിച്ചത്. മുഖത്തു നോക്കി പറയാനുള്ളത് പറഞ്ഞ് അടിയിട്ടിട്ടായിരുന്നു. അതാണ് അനുമോളുടെ അവിടുത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവര് പരദൂഷണമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി പറയുന്ന കാര്യങ്ങൾ, പക്ഷെ അനുമോള് പരദൂഷണത്തിനോ കുറ്റം പറച്ചിലിനോ നിൽക്കാതെ മുഖത്തു നോക്കി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരെയും അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുമോളുടെ ഭാഗത്തുനിന്നും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റുപറ്റിയിട്ടുണ്ട്. ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിന്നിട്ടുണ്ട്. അവസാനം വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ലാസ്റ്റ് വീക്ക് അനുമോള് തരണം ചെയ്ത ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അത് തന്നെയാണ് അനുമോൾക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ലാസ്റ്റ് പുറത്തുനിന്ന് മത്സരാർത്ഥികൾ എല്ലാവരെയും ചേർന്ന് കൂട്ടം കൂടി അറ്റാക്ക് ചെയ്തിട്ടും മാനസിക നില തെറ്റാതെ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ട് അനുമോള്. ഈ ഓരോ ഘട്ടത്തിലും അനുമോള് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തുടക്കത്തിലത്തെ കാര്യം പറയുകയാണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അതുപോലെ അനുമോളെ ചീത്ത വിളിക്കുന്നു. നാണമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട് അനുമോളുടെ അടുത്ത്. അങ്ങനെ ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളിലും അനുമോളെ പൊരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ അവിടെ വന്നിട്ടുള്ളത്. ഒരിക്കൽ പോലും അനുമോൾ എങ്ങനെ ഇത് സഹിച്ചവിടെ നിൽക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ അനുമോളെ എന്താണ് ഈ കാണിക്കുന്നത്, ഇത്ര മോശമായിട്ട് കാണിക്കാതെ എന്ന് നമ്മൾ പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ അനുമോളുടേതായ കണ്ടന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ സീസൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്താ വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ അനുവിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഷോ ആണ്. ബാക്കിയുള്ളവരുണ്ട്, ഇപ്പൊ അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും നെവിൻ ആയാലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഇവരെല്ലാവരും അനുവിനെതിരെയാണ് ഗെയിം വരുന്നത്. ഇവിടെ ഷാനവാസും അനീഷാണ് കുറച്ചെങ്കിലും അനുവിനെതിരെ ഗെയിം കളിക്കാത്തുള്ളൂ. ബാക്കി ആ വീട്ടിലുള്ള എല്ലാവരും അനുവിനെതിരെയാണ് ഗെയിം കളിച്ചിട്ടുള്ളത്. അനുവിനെ ബുള്ളിങ് ചെയ്ത് അനുവിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അനു എന്ന് പറയുന്ന ഒരാളെ ചുറ്റിപ്പറ്റിയാണ് ആ ഗെയിം മുഴുവൻ മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അനു ഈ സീസണിന്റെ വിന്നർ ആവാനായിട്ട് ഏറ്റവും യോഗ്യയാണെന്ന് ഞാൻ പറയാനായിട്ട് കാരണം. അവിടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അനു മുന്നോട്ടെത്തി. അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ നിമിഷമായിരിക്കും അനുമോൾ ആ കപ്പ് ഉയർത്തുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അനുമോള് ഈ സീസൺ വിജയിച്ചു കഴിഞ്ഞാലും അനുമോളുടെ പ്രതിസന്ധി തീരാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം അനുമോൾക്കെതിരെ നിൽക്കുന്നവരാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് എതിരെ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ കണ്ടതാണ് പുറത്തുനിന്ന് അവർ അകത്തേക്ക് വന്നതിന് ശേഷവും അനുമോളുടെ അടുത്ത് കാണിച്ചു കൂട്ടിയ ശത്രുതകൾ ചെറുതല്ല, അതുപോലെ ശത്രുത കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അനുമോളുടെ അടുത്ത്. ആ ഒരു ശത്രുത തുടർന്നും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവരെല്ലാവരും പറയാൻ പോകുന്നത് PR-ന്റെ പിൻബലത്തിൽ അനുമോള് കപ്പെടുത്തു, അനുമോളുടെ പണത്തിന്റെ ഹുങ്കിൽ അനുമോള് കപ്പെടുത്തു, അനുമോൾക്കല്ല കപ്പിന് യോഗ്യതയുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇനിയും അനുമോൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അറ്റാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ആ സ്റ്റേജിൽ പോലും എത്ര പേര് മനസ്സറിഞ്ഞ് കൈയടിക്കും, അവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ കണ്ടറിയണം. അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. എന്തായാലും കപ്പെടുത്ത അനുമോള് പുറത്തേക്ക് ഇറങ്ങിയാലും അനുമോളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇനിയും ഒരുപാട് പ്രതിസന്ധികൾ അനുമോളെ തേടിയെത്തും. എന്തായാലും ഈ കപ്പിനെ ഏറ്റവും അനുമോള് നന്ദി പറയേണ്ടത് കൂട്ടുകാരികളായ 2 പേരോടാണ്, ആദില നൂറ എന്ന് പറയുന്നവരോട്. കാരണം പുറകിൽ നിന്ന് കുത്തിയും ചതിച്ചും
അനുമോൾക്ക് പോസിറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് അവരാണെന്ന് പറയേണ്ടി വരും. ഇത്രയും അനുമോള് സ്നേഹിച്ചിട്ടും അനുമോളെ കൂടെ നിൽക്കാതെ അനുമോളെ ചതിച്ചുകൊണ്ട് പുറകിൽ നിന്ന് കുത്തിയ രണ്ട് കൂട്ടുകാരികളാണ്. അവര് കാരണം അനുമോൾക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്, അനുമോൾക്ക് വോട്ട് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്ന് വന്ന് അകത്ത് കയറി അനുമോളെ അറ്റാക്ക് ചെയ്ത കുറേ എണ്ണം ഉണ്ടല്ലോ, അവരോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആ ചീപ്പ് ഗെയിമും അനുമോൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മനസ്സറിഞ്ഞ് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. ലക്ഷ്മിയും നമ്മുടെ കുറച്ച് പേര്, നിങ്ങൾക്ക് അറിയാലോ ആരൊക്കെയാണെന്നുള്ളത്, പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേരുകൾ വരാത്ത പോലെ തോന്നുന്നു. മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അവർ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് തീർത്താൽ തീരാത്ത നന്ദി അനുമോൾക്കും ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫിനാലയുടെ അവസാന നിമിഷത്തിലേക്ക് കാത്തിരിക്കാം, കണ്ണിറയെ എന്താണ് നടക്കുന്നതെന്ന് കാണാനായിട്ട്.